വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയാകാറാകുമ്പോഴാണ് ഞാൻ ഓടാറങ്ങുന്നത്. എനിക്ക് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. 2 ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര മടുപ്പ് വീട്ടിൽ ഇരുന്നിട്ട്. അപ്പോൾ ഓടാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഓട്ടോറിക്ഷ വിശേഷങ്ങൾ കാണിച്ചു പോകാമെന്ന്, ഇന്നത്തെ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഉച്ചഭക്ഷണം കഴിച്ചില്ല, രാവിലത്തെ ഭക്ഷണം ഇച്ചിരി താമസിച്ചാണ് കഴിച്ചത്. ഇപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് എന്തായാലും സ്റ്റാൻഡിലോട്ട് പോകാം. വിശേഷങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് കാണിച്ച് പോകാം. ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് വഴി കണ്ടിട്ട് തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. നോക്കിയാൽ വഴീൻ്റെ അവസ്ഥ നോക്കിയാൽ വണ്ടി ശരിക്കും ഒന്നോ ഇടയ്ക്കൊരു മഴ പെയ്തതാണ്, അതാണ് വെള്ളം ഇത്രയും വന്നത്. സ്റ്റാൻഡ് ഏതെങ്കിലും നോക്കി പിടിക്കാൻ തരും. വണ്ടി എടുത്തോണ്ട് നേരെ പോകുന്നത് നമ്മുടെ ബീച്ച് സ്റ്റാൻഡ് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ബൈപ്പാസിലേക്ക് പണി നല്ല തകർത്ത് നടക്കുവാണ്. ഏകദേശം തീരാറായി. ഈ പില്ലർ ഇതും കൂടെ വെച്ചാൽ ഏകദേശം തീരാറായിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ മെമ്പർമാരും ഇവിടെ നിൽക്കുവാണ്. വണ്ടി ഇവിടെ ഇടാതിരിക്കുന്നത് നല്ലത്. ഒരുപാട് നേരം കിടന്നു പോകും. ഏറ്റവും ലാസ്റ്റത്തെ വണ്ടി എനിക്ക് 1, 2, 3, 4, 5, 6, 7 ഏഴാമത്തെ 8ാമത്തെ വണ്ടിയാണ് ഞാൻ. അതുകൊണ്ട് വണ്ടി ഇവിടെ പിടിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കാം. ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടേക്കാം പയ്യെ. നേരെ ബീച്ചിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ നേരെ തെക്കേ സ്റ്റാൻഡിൽ കൊണ്ടിട്ടപ്പോൾ അവിടുന്ന് ഓട്ടം കിട്ടി മുല്ലക്കയിലോട്ട്. മുല്ലക്ക ഇപ്പോൾ ആളെ ഇറക്കിയിട്ട് മുല്ലക്ക ഒന്ന് കറങ്ങി നോക്കാമെന്ന് വെച്ചാൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ഓട്ടം കിട്ടും. അപ്പോൾ നമ്മളവിടെ ആദ്യം ബീച്ച് സ്റ്റാൻഡിൽ വണ്ടി കയറ്റി ഇട്ടിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അവിടെ കിടന്നു പോയേനാ. വണ്ടി ഞാൻ അടുത്ത സ്റ്റാൻഡിലോട്ട് പിടിക്കാൻ പറ്റിയതുകൊണ്ട് എനിക്കൊരു ഓട്ടം കിട്ടി, ഒരു 80 രൂപയുടെ ഓട്ടം കിട്ടി. അപ്പോൾ ഇവിടെ കിടന്ന് നോക്കുവാണ്, ഓട്ടം നോക്കുവാണ്. നമ്മുടെ SM-ൻ്റെ കഴിഞ്ഞ ദിവസമാണ് SM-ൻ്റെ ഉദ്ഘാടനം. അടുത്ത ഓട്ടം മസ്താംപള്ളിൻ്റെ ഇങ്ങോട്ട് ഓട്ടം കിട്ടി. ഇവിടുന്ന് വീണ്ടും നമുക്കത് മുല്ലക്കേൻ്റെ അങ്ങോട്ടൊന്ന് കറങ്ങി നോക്കാം. ചെട്ടിപ്പാലൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഇവിടെ വണ്ടി ആക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് പോകാൻ വേണ്ടി മാത്രമുള്ള സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, 2 വീലറുകാർക്കും. ഓട്ടോ ഒന്നും കിട്ടിയില്ല. നേരെ നമ്മുടെ എവിടെയാണ് ഈ സ്ഥലം? ആറാട്ടുവഴി സ്റ്റാൻഡ്. ആറാട്ടുവഴി ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടിയില്ലാത്തതുകൊണ്ട് ഇവിടെ കയറ്റി പിടിച്ചു. ഓട്ടം വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഒരു 2 ഉമ്മായും 2 പിള്ളേരായിട്ട് വരുന്നുണ്ട്. ഓട്ടം കാണാൻ നടത്തില്ല. എന്നാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ബസ് ഇറങ്ങുന്നതാണ്. ഇവിടെ NH സൈഡാണ്. നമുക്ക് ഇവിടുന്ന് ആരിലും ഓട്ടം വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് നിൽക്കാം. ആറാട്ടുവഴിയിൽ നിന്ന് വീണ്ടും നമുക്ക് മുല്ലക്കേൻ്റെ ഇങ്ങോട്ട് തന്നെ ഓട്ടം കിട്ടി, 60 രൂപയുടെ ഓട്ടം. അപ്പോൾ അവിടെ കിടന്ന് നമ്മൾ ആദ്യം ബീച്ച് സ്റ്റാൻഡിൽ നമ്മൾ കിടന്നു പോയിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഓടാൻ പറ്റുമായിരുന്നു. അതാ പറയുന്നത്, നമ്മൾ ഒത്തിരി വണ്ടി ഉണ്ടെങ്കിൽ സ്റ്റാൻഡിൽ ഇടാൻ നിൽക്കരുത്, അടുത്ത സ്റ്റാൻഡിൽ കൊണ്ടിട്ടേക്കണം. മുല്ലക്കയിലൊന്ന് 2 കറക്കം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഏതൊരു ഓട്ടം കിട്ടും, അല്ല ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ കയറ്റി വണ്ടി ഇടാൻ നോക്കാം. ഒരുപാട് ഓട്ടോ ഉള്ള സ്ഥലത്ത് ഇടത്തില്ല, നോക്കട്ടെ എന്തായാലും. അടുത്തൊരു ഇട റോഡുണ്ട്, ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിരിക്കുക, റോഡ് സൈഡിൽ ഒതുക്കിയിരിക്കുകയാണ്. നമ്മൾ വല്ലപ്പോഴും കയറുന്നൊരു കടയുണ്ട്. ഇപ്പോൾ ടൗണിലോട്ടുള്ള കടയിൽ അങ്ങനെ കയറാറില്ല. അപ്പോൾ വല്ലാത്തൊരു പരവേഷം, എന്തോ പോലെ ക്ഷീണം, വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ടാണ് എന്തോ പോലെ. ഞാനടുത്ത് ഇവിടെ കടയുണ്ട്, സോഡാ സർബത്ത് എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചു, ഉപ്പിട്ട്. ഇനി പ്രഷർ വല്ലതും ഉണ്ടാവണമെന്ന് എന്താണെന്നറിയില്ല, ഒരുമാതിരി വരുന്നു. എന്തായാലും അവിടെ പോയി വെള്ളം കുടിച്ച് എന്തെങ്കിലും ചെറിയ കടി എന്തെങ്കിലും ഉണ്ട് അത് കഴിച്ചിട്ട് ഇറങ്ങാം. ഉച്ചഭക്ഷണം ഞാൻ കഴിച്ചില്ല, ഉച്ചക്കാണ് ഇറങ്ങിയെങ്കിലും രാവിലത്തെ ഭക്ഷണം വെച്ചിട്ട് താമസിച്ചില്ല ഇറങ്ങി. ഗുളികയൊക്കെ തീർന്ന്. ഇനി പയ്യെ നമ്മുടെ ആ ശരീരത്തുള്ള ബുദ്ധിമുട്ട് മാറത്തുള്ളൂ. എന്തായാലും നമുക്ക് നേരെ കടയിലോട്ട് പോകാം, വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം കുടിച്ച് കുറച്ചേരം ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ വണ്ടി ഇരിക്കുമായിരുന്നു. ഒരു ഓട്ടം കിട്ടി, 30 രൂപയുടെ. സീമാസ് എന്ന് പറയുന്ന സ്ഥലം. സീമാസ് എന്ന് പറയുന്ന സ്ഥലമല്ല, സീമാസ് എന്ന് പറയുന്ന തുണിക്കടയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇനി എവിടെയെങ്കിലും പോയിട്ട് ഒതുക്കിയിടാം, കുറച്ചേരം കിടക്കാം. അല്ലെങ്കിൽ നല്ല ഓട്ടോ ഉള്ള സ്റ്റാൻഡ് നമ്മുടെ റാമിൻ്റെ അവിടെ എല്ലാം കൊണ്ടിട്ടേ
വണ്ടിയോട്ട് ഒതുക്കാം, കുറച്ചു നേരം കിടക്കാം. തല പെരുക്കുന്നു ഭയങ്കരമായിട്ട്. വണ്ടി ഓടിച്ച് നമ്മളെ അലായസിൻ്റെയൊക്കെ ഇവിടെ എത്തി. ഇവിടെ ഞാനിവിടെ നല്ല തണലുള്ള മരങ്ങൾ നിന്നുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ്. കുറച്ചു നേരം ഓടണ്ട, തലയൊക്കെ പെരുത്തിയിരിക്കുന്നുണ്ട്. കുറച്ചു നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച്, വണ്ടിയിൽ കുറച്ചു നേരം കിടക്കാൻ പറ്റുമെന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടയർഡാ വയ്യെങ്കിൽ എന്തിനാണ് പിന്നെ എന്താ പിന്നെ ഓടാറങ്ങി എന്താണെന്ന് ചോദിക്കും. വിചാരിക്കും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ നിങ്ങൾ വിചാരിക്കും. നമ്മളത് എന്താ വെച്ചാൽ ഇത് ശീലിച്ചു പോയതുകൊണ്ടാണ്. നമുക്കിപ്പം ഇപ്പം 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഓടാൻ ഇറങ്ങിയില്ലായിരുന്നു. അതിപ്പോൾ എന്താ ഒട്ടും പയ്യാതെ ആയിപ്പോയിട്ടാണ്. പിന്നെ ഇച്ചിരി കുറവുണ്ടായപ്പോൾ ഇറങ്ങി നോക്കിയതാണ്. ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് ശരീരം കുഴയുന്ന മാത്രം ശരീരം വേദനയും കൊണ്ട് ഇപ്പോൾ അല്ല. അപ്പം ഞാനോർത്തത് കുറച്ച് നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ, ചിലപ്പം മാറുമായിരിക്കും. എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് വണ്ടിയിൽ കിടക്കാം. കിട്ടിയട മക്കളെ അവിടെ നിന്ന് ഓട്ടം, റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് അവിടെ നിന്ന് ഓട്ടം നേരെ കിട്ടിയത്. ഞാൻ കിടന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മുടെ റാമിൻ്റെ അവിടെ പോയി കിടന്നു. നമ്മുടെ സ്ഥിരം സ്റ്റാൻഡിൽ തന്നെ പോയി കിടന്നു. 3 വണ്ടിക്ക് അടുപ്പിച്ച് റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത്, കിട്ടിയിട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ നമ്മുടെ വെറ്റക്കാരൻ മുക്കിൻ്റെ ഒക്കെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലോട്ടൊന്ന് പോകുമായിരുന്നു. ഇങ്ങോട്ട് ഓട്ടം കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങോട്ട് പോവാം, ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ വരെ പോകുന്നതിന്. അങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കറങ്ങിത്തിട്ട് നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വണ്ടി പോയി. കുറച്ച് വണ്ടിയുണ്ട്, കുറച്ച് നേരം ഒന്ന് കിടന്നു നോക്കാം. ഇവിടെ ആളില്ല, മണ്ണിലേ ആളെ കാണത്തുള്ളൂ. ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. ഇല്ല, പൈസ ഇല്ല. പൈസ എനിക്ക് വേണം അക്കൗണ്ടിലോട്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് ആരിലും ഓട്ടം പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല. അവിടെ കിടന്ന് കുറച്ചു നേരം കിടന്നപ്പോൾ കിട്ടിയ ഓട്ടം ബാപ്പുദ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തോടെ ഓട്ടം കിട്ടിയത്. 100 രൂപയുടെ ഓട്ടം പ്രതീക്ഷിച്ച് കിടന്ന് അത്ര നേരം കുറച്ചു നേരം കിടന്നു പോയി. 30 രൂപയുടെ ഓട്ടമായിപ്പോയി. സാരമില്ല. അപ്പോൾ ഞാനോർത്ത് നമ്മുടെ സ്ഥിരം കയറുന്ന കടയുണ്ടല്ലോ, അവിടെ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി വളച്ച് ഇപ്പോൾ ചായ കുടിക്കുന്നതിന് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കാം. നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ടാകാം ബാക്കിയുള്ള ഓട്ടങ്ങൾ. അങ്ങനെ ചായ പറഞ്ഞു. ചായ കട്ടനാണ് പറഞ്ഞത്, പാൽ ചായ എനിക്ക് വേണ്ട. കടിയായിട്ട് അവിടെ എണ്ണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടയാണ് പറഞ്ഞത്. നമുക്ക് ചായ കുടിച്ചിട്ട് എന്തായാലും ഓട്ടത്തിനകത്ത് ഇറങ്ങാം. വലിയ കാടൻ രീതിയിലുള്ള ഓട്ടമൊന്നുമില്ല, ആരെങ്കിലും വരുവാണെങ്കിൽ കയറാം എന്നുള്ള രീതിയിലുള്ള ആ മൈൻഡിലാണ് ഓടുന്നത് കേട്ടോ. ഏത് സ്റ്റാൻഡിൽ പോവുക, ഇടുക, അങ്ങനെ സ്വസ്ഥ സമാധാനമായിട്ടുള്ള ഓട്ടം. അങ്ങനെ ഓടാനേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എനിക്ക് ഒത്തിരി അലഞ്ഞു കിടന്ന് ഓടാൻ പറ്റുന്നില്ല. എനിക്ക് തൊണ്ട കുത്തുന്നുണ്ട് ശരിക്കും. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് ചായ കുടിച്ച് പോകാം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ വണ്ടി പിടിക്കുന്ന റാംപുറം സ്റ്റാൻഡിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ആരെങ്കിലുമൊക്കെ ഓട്ടം വരട്ടെ. ഫസ്റ്റ് വണ്ടി സെക്കൻഡ് വണ്ടി അവിടെയാണ്. അപ്പോഴേക്ക് കോള് വന്ന്. അപ്പോൾ കുതിരപ്പന്തി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇവിടുന്ന് ഖാലിക്ക് അങ്ങോട്ട് പോകണം. അതായത് ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്ററോളത്തോളം ഉണ്ട് ഇവിടുന്ന്. അത്രത്തോളം കാലിക്ക് പോയിട്ട് വേണം ആളെ വിളിച്ചുകൊണ്ട് വരാൻ. സ്ഥിരം നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ടാണ് വിളിക്കുന്നത് കേട്ടോ. ഒരു വേറെ വണ്ടി കയറാൻ താല്പര്യക്കുറവാണ്, അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് കാലിക്ക് എടുത്തുകൊണ്ട് പോയി എന്തായാലും കളയണ്ട, ഓട്ടം മിസ്സാക്കണ്ട. നേരെ പോയി കുതിരപ്പന്തി പോയി അവരെ എടുത്തുകൊണ്ട് വരാം. പന്തിയിൽ നിന്ന് ആളെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ മാളിമുക്കിൻ്റെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. കൊച്ചിൻ്റെ എന്തോ ഉടുപ്പ് തയ്ക്കാനാണ്, എന്തോ അളവെന്തോ കൊടുക്കാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ഇട്ടിരിക്കും ഇവിടെ. അവിടെ സാധനമൊക്കെ വണ്ടി ഇരിക്കുവാണ്. ഇവിടെ റോഡ് സൈഡിൽ വെയിറ്റിങ്ങിൽ ഇപ്പം ഞാൻ. ഇവിടെ നിന്ന് വരട്ടെ എന്തായാലും ഇവർ. ഇന്നത്തെ എൻ്റെ വീഡിയോ വലിയ ഉഷാറില്ലാത്തൊരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ വയ്യായികയൊക്കെ ഒന്ന് മാറട്ടെ, പൂർണ്ണമായിട്ട് മാറട്ടെ. ഞാൻ നല്ല ആക്റ്റീവായിട്ട് നല്ല പവറിൽ നിൽക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യാം, അവർ വരട്ടെ എന്തായാലും. ഇനിയിപ്പോൾ ഓടുന്നില്ല വണ്ടിയായിട്ട്. എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ് തല്ലിപ്പുളി വഴി. ഫോണിൻ്റെ ചാർജാണ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓളിയവും കിട്ടുന്നില്ല കറക്റ്റായിട്ട്. ഇന്നത്തെ ഓട്ടോറിക്ഷ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു. നമുക്കെന്തായാലും അടുത്ത ഓട്ടോറിക്ഷ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്.